ഞാൻ MLA-യിലേക്ക് പോകുന്നു. ശ്രീ എച്ച് സലാം, ഇപ്പോൾ സർക്കാർ ആഘോഷങ്ങൾ വേണ്ടെന്ന് വെക്കുന്നില്ല. ആ ആഘോഷം പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുന്നു. അപ്പോഴും ആഘോഷിക്കാൻ കാരണങ്ങളുണ്ട് എന്നാണ് സർക്കാർ പറയുന്നത്. കേന്ദ്രം സഹായങ്ങൾ വെട്ടിച്ചിരിക്കുമ്പോഴും കേരളത്തോട് ചിറ്റമനയം കാണിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ചുരൽമല മുണ്ടക്കെ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത്. അതുമാത്രമല്ല, ലോകത്തിനാകെ ആശ്ചര്യം തോന്നുന്ന രീതിയിൽ കേരളം അങ്ങ് വികസിച്ചു എന്ന രൂപത്തിലുള്ള പ്രസംഗവും അദ്ദേഹം നടത്തുകയുണ്ടായി. യഥാർത്ഥത്തിൽ അതാണോ കേരളത്തിന്റെ ചിത്രം? അതിലൊന്ന്, ആമുഖ ഭാഷണത്തിൽ സ്മൃതി ചൂണ്ടിക്കാണിച്ച നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. അതിലൊരു സെന്റൻസ് പ്രയോഗിച്ചത് എഴുതി അംഗീകരിച്ച് ചോദിപ്പിച്ചു എന്നാണ്. നമ്മളൊരു ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ നിങ്ങൾ ക്യാപ്ഷൻ തന്നെ ഒരു ഗവൺമെന്റ് ആന്റി ഗവൺമെന്റ് ഒരു ആസ്പെക്റ്റിലാണ് നിങ്ങളുടെ ആ ക്യാപ്ഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവുമല്ലോ. പിന്നെ നിങ്ങൾ ആ ചോദ്യം ഇങ്ങനെ നവകേരള സദസ്സിന്റെ മീറ്റിംഗിന്റെ ഭാഗമായിട്ട് ചോദ്യം ചോദിച്ചത് എഴുതി തയ്യാറാക്കി നൽകിയ ചോദ്യം എന്നാണ്. ആര് തയ്യാറാക്കി കൊടുത്തതാണ്? നമ്മളതിന് അങ്ങനെ ഒരു ആദ്യത്തെ വാചക ഘടനയിൽ തന്നെ അതങ്ങോട്ട് സെറ്റ് ചെയ്ത് നിങ്ങൾ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മളൊരു ജനാധിപത്യപരമായൊരു മാധ്യമം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തുള്ള ആളുകൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാം അവരുടേതായ ഭാഗങ്ങൾ പറയാൻ വേണ്ടിയാണ് ചർച്ച നടത്തുന്നത്. സ്മൃതി ഒരു മാധ്യമ പ്രതിനിധിയായിട്ടാണ് സ്മൃതി ഇത് ആങ്കർ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും സ്മൃതിക്ക് അഭിപ്രായം ഉണ്ടാകാം, അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനത്തെ അഭിപ്രായം കണ്ടേക്കാം. ശ്രീ ഞാനൊന്ന് താങ്കളോട് വിശദീകരിക്കട്ടെ. വിമർശനങ്ങൾ ഉള്ള ചോദ്യങ്ങളില്ല. സ്മൃതി ഏതെങ്കിലും നവകേരള സദസ്സിന്റെ ഭാഗമായി രാവിലെ മുഖ്യമന്ത്രി പങ്കെടുത്ത ഏതെങ്കിലും മീറ്റിംഗ് നമ്മൾ നവകേരള സദസ്സിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് ഇപ്പോൾ? അല്ല, അതിനെക്കുറിച്ചൊരു കമന്റ് ആദ്യമേ പറഞ്ഞുകൊണ്ടാണ് എഴുതി കൊടുത്ത മാധ്യമപ്രവർത്തകർ ഓരോ പരിപാടിയിലും പങ്കെടുത്തിട്ടല്ല വാർത്തകൾ ശേഖരിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോകണ്ട. താങ്കൾ അഭിപ്രായം പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഗവൺമെന്റ് വാർഷികത്തിന്റെ ഭാഗമായി വിഷയം ചർച്ചയ്ക്കെടുത്തതിന് ശേഷം അത് നേരെ നവകേരള സദസ്സിനെ സാമ്യപ്പെടുത്തിക്കൊണ്ട് പറയുകയും ആ നവകേരള സദസ്സിൽ ഇങ്ങനെ കൂടുന്ന മീറ്റിങ്ങുകളിൽ അഡ്വാൻസായി തയ്യാറാക്കി നൽകിയ ചോദ്യം ചോദിപ്പിച്ചു എന്ന് ആദ്യമേ ഒരു സ്റ്റേറ്റ്മെന്റ് സ്മൃതി നടത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നമുക്ക് അതിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അവിടെ പങ്കെടുത്തവർക്കെല്ലാം നല്ല ബോധ്യമാണ് എങ്ങനെയാണ് ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞതിൽ അവരവർക്കറിയാം. ഇപ്പോൾ 250 ആൾ പങ്കെടുത്ത 250 ആൾക്കും ചോദ്യം ചോദിക്കാൻ പറ്റില്ല. പക്ഷെ അവർ ചോദ്യങ്ങൾ ചോദിച്ചു, കുറച്ചുപേർ ചോദിച്ചു, ഉത്തരം ഓരോ ആളുകളെ എത്ര ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളതിന്റെ മാനദണ്ഡം എന്താണ്? ഓരോ മേഖലയിൽ നിന്നുള്ളവർ ഓരോ മേഖലയിൽ നിന്നുള്ളവരാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ ഒരു രീതിയാണ് അവലംബിച്ചത്. 250 ആൾക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ, അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട്. അത് ഏത് മീറ്റിംഗ് ആയാലും അങ്ങനെ തന്നെയല്ലേ, സ്വാഭാവികമായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്നത് അങ്ങനെയല്ലേ. ഞാൻ പറഞ്ഞത് ഒരു ആദ്യമേ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റിൽ നെഗറ്റീവായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഗവൺമെന്റ് വാർഷികം ഇപ്പോൾ LDF ഗവൺമെന്റ് മാത്രമല്ല ഗവൺമെന്റ് വാർഷികം ആഘോഷിച്ചിട്ടാണോ? അല്ല. UDFന്റെ ഗവൺമെന്റ് ഉണ്ടായ സമയത്ത് ആ സർക്കാരിന്റെ വാർഷിക പരിപാടികൾ എല്ലാ വർഷവും സംഘടിപ്പിച്ചിട്ടില്ലേ കേരളത്തിൽ? അതെന്തുകൊണ്ടാണ് സംഘടിപ്പിക്കുന്നതിനാണ്? ഒരു ഗവൺമെന്റ് ചെയ്ത പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ ആയിട്ട് തന്നെ സ്വാഭാവികമായിട്ടും എല്ലാ ഗവൺമെന്റും നടപടി സ്വീകരിക്കും. കാരണം ജനങ്ങളോട് വാഗ്ദാനങ്ങൾ പറഞ്ഞ് അവർ വോട്ട് ചെയ്ത് അധികാരമേറ്റിയ ഗവൺമെന്റ് ഞങ്ങളതാ ഇന്ന ഇത്ര വർഷം ഭരിച്ചതിന്റെ ഭാഗമായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ജനങ്ങളോട് പറയാനുള്ള ഒരു ഭരണപരമായ ബാധ്യതയുണ്ട്, പൊളിറ്റിക്കലായ ബാധ്യതയുണ്ട്. അത് ഞങ്ങൾ നിറവേറ്റപ്പെടും. ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഔദ്യോഗികമായി ചെയ്തതിന് പുറമെ ഞങ്ങൾ എല്ലാ ജില്ലയിലും ജില്ലാ റാലികൾ സംഘടിപ്പിക്കുന്നുണ്ട് LDFന്റെ. അവിടെ രാഷ്ട്രീയമായി കൂടി പറയേണ്ട കാര്യം രാഷ്ട്രീയമായി കൂടി ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പോരുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യമായിട്ടാണ് 9 വർഷം കടന്ന ഒരു തുടർഭരണം, ഒരു മുന്നണി ഭരണം തുടർച്ചയായി വരുന്നത് 9 വർഷം കടന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ്. അതൊരു കേരളത്തിന്റെ ഒരു ജനാധിപത്യ അല്ലെങ്കിൽ പാർലമെന്ററി ചരിത്രത്തിലെ ഒരു പ്രത്യേകതയുള്ള ഒരു സന്ദർഭം കൂടിയാണ് സ്വാഭാവികമായിട്ടും. ആ തുടർച്ചയായ ഭരണത്തിൽ കേരളം ആർജിച്ചൊരു പുരോഗതിയെ അത് നമ്മൾ ഏതെല്ലാം നിലയിൽ ഒരു ആംഗിൾ വെച്ച് നിങ്ങൾ സംസാരിച്ചാൽ അല്ലെങ്കിൽ ഒരു നിലപാട് നിങ്ങൾക്കുണ്ടെങ്കിലും ഇതുവരേക്കും 9 വർഷത്തെയും പ്രവർത്തനത്തിൽ ഈ സർക്കാർ നടത്തിയ ഏതെങ്കിലും സ്കീമുകൾക്ക് നിങ്ങളുടേതായ ഒരു പൂർണ്ണ പിന്തുണയൊന്നും കിട്ടിയിട്ടില്ല എങ്കിലും ഏതാണ്ട് ഒരു 90% നിങ്ങൾ നിഷേധപരമായിട്ടോ വിമർശനപരമായിട്ടോ ആണ് നിങ്ങൾ കാര്യങ്ങൾ ഗവൺമെന്റിനുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ട് പോയിട്ടുള്ളതെങ്കിലും ഈ കേരളം ഇപ്പോൾ ആർജിച്ച
നേട്ടങ്ങൾ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. അതാണ് തീർച്ചയായും ശ്രീ എച്ച്സലാം, നേട്ടങ്ങൾ ഉള്ളത് അത് ജനങ്ങളിലേക്കാണ് എത്തുന്നത്. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ നേട്ടങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓരോ ജില്ലയിലും പോയി വിളിച്ചു പറയുകയാണോ വേണ്ടത്, അതോ നേട്ടം ജനങ്ങൾക്ക് അനുഭവപ്പെടുകയാണോ വേണ്ടത്? അത് അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാനായി ഓരോ ജില്ല തോറും സഞ്ചരിക്കുന്നത്? അനുഭവപ്പെടുന്നില്ല എന്ന് സ്മൃതി ഏതടിസ്ഥാനത്തിൽ? ഞാൻ എന്റെ ചോദ്യമാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ജില്ല തോറും ഇതാ ഞങ്ങൾ ഇതൊക്കെ ചെയ്തു എന്ന് വിളിച്ചു പറയേണ്ടി വരുന്നത്? അനുഭവം പറയാം. ഇപ്പോ സംസ്ഥാനത്ത് PRD എന്നൊരു വകുപ്പുണ്ട്. എന്തിനാണ് ആ വകുപ്പ്? അങ്ങനെയാണെങ്കിൽ PRD ഒരു വകുപ്പിന്റെ ആവശ്യമുണ്ടോ? പബ്ലിക് റിലേഷൻസ് വകുപ്പ് എന്തിനാണ്? സ്വാഭാവികമായിട്ട് ഇപ്പോ LDF ആയാലും UDF ആയാലും ഒരു ഗവൺമെന്റിന്റെ ഭാഗം നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രചരണത്തിന്റെ ഭാഗമായ ഒരു സ്പേസ് കൂടി നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമായി തന്നെ ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യമില്ലേ? പിന്നെ കേരളത്തിന്റെ ജനാധിപത്യ സിസ്റ്റത്തിന്റെ ഭാഗമായി അധികാരത്തിൽ വന്ന ഗവൺമെന്റിന് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളോട് അത് കൺവേ ചെയ്യാൻ കഴിയുന്ന ഒരു സാധ്യതകൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ സ്വീകരിക്കില്ലേ? അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം കേരളത്തിലെ മാധ്യമ സമൂഹത്തെ ആകെ എടുത്താൽ ഏതാനും 1-2 മാധ്യമങ്ങൾ ഒഴിച്ചാൽ ബാക്കി ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും ആന്റി ഗവൺമെന്റ് ആണ്, ആന്റി LDF ആണ്. അതൊരു നിലപാടാണ് നിങ്ങളുടെ. അത് ആന്റി LDF എന്നല്ല ശ്രീ എച്ച്സലാം, ആര് ഭരിക്കുമ്പോഴും ഭരിക്കുന്നവരെ പുകഴ്ത്താനല്ല ഇവിടുത്തെ മാധ്യമങ്ങൾ എന്ന് നിങ്ങൾ കേന്ദ്രത്തെ നോക്കി കൃത്യമായി പറയാറുണ്ട്. സംസ്ഥാനത്തേക്ക് വരുമ്പോൾ അതിൽ നിലപാട് മാറുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ഭരണാധികാരികളെ പുകഴ്ത്തലല്ല മാധ്യമങ്ങളുടെ ധർമ്മം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ സമയം കുറവുള്ളതുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മൾ എന്തുകൊണ്ട്, താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, 9 വർഷത്തിലേക്ക് കടക്കുന്ന ഒരു സർക്കാർ എന്നുള്ളത് കേരളത്തിനെ സംബന്ധിച്ച് ആദ്യം സംഭവിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ആഘോഷിക്കാൻ അർഹതയുണ്ട്. ആ അർത്ഥത്തിൽ നോക്കിയാൽ ശരിയാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ 9ാം വർഷത്തിലാണ്. നിങ്ങൾ ഇനി 10 വർഷം പൂർത്തിയാക്കി നിങ്ങൾക്ക് 3ാം ഭരണം എന്നുള്ളതാണ് നിങ്ങളുടെ സ്വപ്നം. ഉറപ്പായിട്ടും അത് ആഘോഷിക്കാം. പക്ഷേ നിങ്ങൾ എല്ലാ ഘട്ടത്തിലും പണമില്ല, നമ്മളാകെ ബുദ്ധിമുട്ടുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കടക്കണിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ആശാസമരം നടത്തുമ്പോൾ ആശമാരോട് നിങ്ങൾ കേന്ദ്രത്തിൽ പോയി ചോദിക്കൂ എന്ന് പറയുമ്പോൾ അതിൽ സാങ്കേതികമായ ചില കാര്യങ്ങൾ കേന്ദ്രമാണ് ചെയ്യേണ്ടത് എന്ന് ഒരു തരത്തിൽ നിങ്ങളോട് അംഗീകരിച്ച് നിങ്ങൾക്കൊപ്പം നിന്നാൽ പോലും നിങ്ങൾ ആ സമരത്തെ എത്രത്തോളം അപഹസിച്ചിട്ടുണ്ട്. സമരങ്ങളോട് അപഹസിക്കുന്ന ഒരു സമീപനം ഒരു ഇടത് സർക്കാരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നോക്കൂ, നിങ്ങൾക്കൊപ്പമുള്ളവർ പോലും അതിൽ ആശാസമരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെ കൈവിട്ട് കഴിഞ്ഞു. നിങ്ങളെ എല്ലാ ഘട്ടത്തിലും പിന്തുണച്ചിരുന്നവർ, ഇടത് നിലപാടുള്ളവർ, നിങ്ങൾ ഇടത് നിലപാടിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് പറയുകയാണ്. അവിടെ അവർ ഇങ്ങനെ സമരം ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഈ ആഘോഷത്തിലേക്ക് കിടക്കുന്നത്. അതിനാണ് പറയുക ഔചിത്യമുണ്ടോ, ധാർമ്മികതയുണ്ടോ എന്ന ചോദ്യം. അതിനൊരു മറുപടി. ഈ മാധ്യമധർമ്മത്തെക്കുറിച്ച് സ്മൃതി പറയുമ്പോൾ ഒരു കാര്യം, ഇപ്പോൾ ആന്റി ഗവൺമെന്റ് ആണ് നിങ്ങൾ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് കേന്ദ്ര BJP ഗവൺമെന്റ് ജനവിരുദ്ധമായ കാര്യങ്ങളെ നിങ്ങൾ ആന്റി ആ ധർമ്മം പ്രയോഗിച്ചിട്ട് ഈ കേരളത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നുണ്ടോ? ഈ സംസ്ഥാന സർക്കാർ വിചാരണ ചെയ്യപ്പെടുന്ന പോലെ നരേന്ദ്രമോദി സർക്കാരിന്റെ അവർ ചെയ്യുന്ന ഏർപ്പാടിനെ നിങ്ങൾ വിമർശിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നെ അനുഭവം ഞാൻ പറഞ്ഞോട്ടെ അനുഭവപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞു. അനുഭവം ഇല്ലാത്തതുകൊണ്ടല്ല സ്മൃതി. ഇപ്പോൾ കേരളത്തിൽ ഈ ഗവൺമെന്റ് വന്ന ശേഷം നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞ വീടുകളുടെ ലൈഫിന്റെ ഭാഗമായി പൂർത്തീകരിച്ച വീടിന്റെ എണ്ണം 4,32,000 ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന വീട് 1,43,000. ഈ 5 ലക്ഷത്തോളം വരുന്ന ആളുകൾ സ്വന്തം വീട് ഈ സർക്കാരിന്റെ കൂടി ഈ സ്കീമിന്റെ സഹായത്തോടു കൂടി സാധ്യമായി എന്നുള്ളത് അവന്റെ ജീവിതാനുഭവം ഉണ്ട് ഈ കേരളത്തിൽ. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് മൈക്കുമായിട്ട് ഇറങ്ങി ഇല്ലാത്ത കാര്യം പറയാന്ന് വിചാരിക്കേണ്ട. ഞങ്ങളുടെ ഒരു പുതിയ സംസ്കാരം ഉണ്ടാക്കി കേരളത്തിൽ. അത് സ്മൃതി, നിങ്ങൾ മാധ്യമങ്ങൾ ഒന്ന് പ്രകീർത്തിക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൽ ജനാധിപത്യ സിസ്റ്റത്തിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ നൽകിയ വാഗ്ദാനം ഓരോ വർഷവും പ്രോഗ്രസ് കാർഡ് പ്രസിദ്ധീകരിച്ച് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇന്ന കാര്യങ്ങൾ ബാക്കി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ജനങ്ങളോട് ഇങ്ങനെ കൃത്യമായ ഉത്തരവാദിത്വത്തോടു കൂടി തിരിച്ചു പറഞ്ഞൊരു ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റാണ്, LDFന്റെ ഗവൺമെന്റാണ്. ഒരു കാലത്ത് അങ്ങനെ ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല. ബാക്കി എല്ലാ ഗവൺമെന്റും പറയണത് ഇപ്പോ BJP നേതാക്കന്മാർ പരസ്യമായ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ലേ? ഇലക്ഷൻ സമയത്ത് പറയുന്നു വാഗ്ദാനം പാലിക്കാനുള്ളതല്ല എന്ന് അവർ പരസ്യമായിട്ട് പറഞ്ഞില്ലേ? ചില BJPയുടെ സെൻട്രൽ നേതാക്കന്മാർ തന്നെ പറഞ്ഞില്ലേ? ശ്രീ എച്ച്സലാം, നിങ്ങൾക്ക് സർക്കാർ നടപ്പാക്കിയ പദ്ധതികളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ടാകാം. അത് കുറെയൊക്കെ അംഗീകരിക്കാൻ തയ്യാറുമാണ്. പക്ഷേ ഞാൻ ചോദിച്ചത്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവിടെ പറയുമ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് കോടികൾ ചെലവഴിക്കുക?
നിങ്ങൾ 26 കോടി ഇതിനായി തന്നെ ഈ പരിപാടിക്ക്, ആഘോഷ പരിപാടിക്ക് എന്ന രൂപത്തിൽ എഴുതി കൊടുത്തു. അതുകൂടാതെ ഓരോ വകുപ്പിനും ഓരോ ജില്ലയിലും 7 ലക്ഷം വീതം. അപ്പോൾ ആകെ തന്നെ 94 വകുപ്പുണ്ട്. എത്ര ലക്ഷമായി, എത്ര കോടിയാകുന്നു? ലക്ഷമല്ല, കോടി. നിങ്ങൾക്ക് കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഗവൺമെന്റ് ചെയ്യുന്ന ഇതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. കാര്യം നിങ്ങളിങ്ങനെ അതിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് ആശമാർക്ക് കൊടുക്കാമെന്നൊരു ആലോചന എന്തുകൊണ്ടുണ്ടാകുന്നില്ല? അതൊരു ചോദ്യമല്ലേ? ആ സ്ത്രീകൾ അവിടെ നരകിച്ച് സമരം ചെയ്ത് ഗതികെട്ട് എണീച്ചു പോകട്ടെ എന്നൊരു നിലപാട് എങ്ങനെയാണ് നിങ്ങൾക്ക്? എങ്ങനെ അതെന്താ? എന്തുകൊണ്ടാണ് ആ ആശാ വർക്കേഴ്സ് കേന്ദ്ര സ്കീമുമായി നിങ്ങൾ ആ ഒരു സമരത്തെ മാത്രം കണക്ട് ചെയ്തെല്ലാം കൂടി പറയുന്നത് എന്തിനാണ്? അത് അത്രയും ദിവസത്തെ സമരമായതുകൊണ്ട് ഞാൻ പറയാം എന്തുകൊണ്ടാണ് സെൻട്രൽ സ്കീം. അതുകൊണ്ട് അതിപ്പോ നിങ്ങൾ തന്നെ, ഞാൻ പറയാം, നിങ്ങളിപ്പോ ഏറ്റവും അടിസ്ഥാന വർഗമാണ്, ഏറ്റവും താഴെക്കിടയിൽ ജീവിക്കുന്നവരാണ്, തുച്ഛമായ ജീവിത സാഹചര്യമുള്ളവരാണ്. അവരോടാണ് 250 നിങ്ങൾക്ക് കിട്ടുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ എങ്ങനെയാണ് ഒരു ഇടതു നേതാവിന് ചോദിക്കാനാവുക? അംഗീകരിക്കാത്ത എന്താന്ന് ചോദിക്കാത്ത എന്താ? എന്ത് ചോദിക്കാനാവുകയെന്ന്? എന്താ ചോദിക്കാൻ? നിങ്ങൾക്ക് 250 കിട്ടുന്നില്ലേ എന്നല്ലേ ചോദ്യം? എന്താണ്? ആര് ചോദിച്ചു? ഞാൻ ചോദിച്ചോ? അല്ല, താങ്കൾ എന്നൊരു വ്യക്തിയല്ല, നിങ്ങൾ പല നേതാക്കളിൽ നിന്നായി ചോദ്യം, ആ സമരത്തെ ഏതൊക്കെ രൂപത്തിൽ അധിക്ഷേപിച്ചു? നിങ്ങളുടെ നേതാക്കൾ തന്നെ എത്ര പേർ അധിക്ഷേപിച്ച് സംസാരിച്ചു? ശ്രീ എച്ച്സലാം, നിങ്ങൾ ഇല്ലാത്തതൊന്നും ക്രിയേറ്റ് ചെയ്യണ്ട. ഇല്ലാത്തത് ക്രിയേറ്റ് ചെയ്യണ്ട. ഇവിടെ കേരളം കണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ പൊളിറ്റ് ബ്യൂറോ അംഗം മുതൽ താഴോട്ട് നേതാക്കൾ എങ്ങനെയാണ് അധിക്ഷേപിച്ച് സംസാരിച്ചതെന്ന്, തൊഴിലാളി വർഗ നേതാവ് എളമരം കരീം സംസാരിച്ചതെന്ന്, ഇതൊക്കെ കേരളം കണ്ടതല്ലേ? ആ സമരത്തിന്റെ പിന്നിൽ രാഷ്ട്രീയമായ തലങ്ങളുണ്ട്. അതിനകത്ത് കൂടിച്ചേരാനാവാത്ത പലരും കൂടിച്ചേർന്ന് ഒരു ആന്റി ഗവൺമെന്റ് 72 ദിവസമായി വെയിലും മഴയും കൊണ്ട് നിൽക്കുന്ന സ്ത്രീകൾക്ക് രാഷ്ട്രീയ അജണ്ട, 34 ദിവസമായി നിരാഹാരം എടുക്കുന്ന സ്ത്രീകൾക്ക് രാഷ്ട്രീയ അജണ്ട എന്ന ഒരു ഇടത് നേതാവിന്, ഇടത് MLA എങ്ങനെ പറയാൻ കഴിയുന്നു? കേന്ദ്രമന്ത്രി പോയി അവിടെ പോയി ഡാൻസ് കളിച്ചില്ലേ? അതൊക്കെ പഴയ കാര്യമല്ല. ആ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നുണ്ടോ? അവിടേക്ക് അടുക്കാൻ പറ്റുന്നുണ്ടോ? അല്ലല്ല, ഡാൻസ് കളിച്ചാണെങ്കിലും ആ സമര സ്ഥലത്തേക്ക് ഒന്ന് എത്താൻ ശ്രമിച്ചു. എന്തോ കൊടുത്തു അവർക്ക്, കൊടുക്കാത്തവർ വരണ്ട എന്ന് പറയുകയും ചെയ്തല്ലോ. കൊടുക്കാത്തവർ ഇനി വരണ്ട എന്ന് പറയുകയും ചെയ്തല്ലോ. അവർ എന്താ അംഗീകരിക്കാതിരുന്നേ? സമര സ്ഥലത്തേക്ക് വരുന്നവരെ അപമാനിച്ചു വിടലല്ല അവരുടെ ലക്ഷ്യം. അവർ നിങ്ങളോടാണ് ആവശ്യപ്പെടുന്നത്, സർക്കാരിനോടാണ് ആവശ്യപ്പെടുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.